ഇപ്പോഴേ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് കുമ്പളങ്ങയാണ്. കുമ്പളങ്ങ ഈ കുമ്പളങ്ങ കൊണ്ട് നമ്മൾ വയറിന് ഏറ്റവും നല്ല സാധനം കേട്ടോ കുമ്പളങ്ങ. അപ്പോൾ അത് ഇച്ചിരി കടുപ്പം കൂടുതൽ, നല്ല മൂത്ത കുമ്പളങ്ങയാണെന്ന് തോന്നുന്നത്. കുമ്പളങ്ങ എന്ന് പറയുമ്പോൾ ഇത് ഭയങ്കര വയറിന് നല്ലതാണ്. അസിഡിറ്റി ഉള്ളവർക്ക് രാവിലെ എഴുന്നേൽക്കുമ്പം ഭയങ്കര വയറ് എരിയുന്ന പോലെയൊക്കെ തോന്നുന്നില്ലേ, അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല ഒരു സാധനമാണ് നമ്മൾ കുമ്പളങ്ങ കേട്ടോ. ഈ കുമ്പളങ്ങ ഒരു കഷ്ണം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാമെന്നറിയോ, ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് ഒരു ചെറിയ കഷ്ണം മതി കേട്ടോ, ഒത്തിരി വലിയ കഷ്ണം വേണമെന്നില്ല. അപ്പോൾ അതെടുത്ത് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ തുണ്ടിലെത്തി അരിഞ്ഞിട്ട് അതിൻ്റെ കുരു കളയണം കേട്ടോ. കുരുവും കളഞ്ഞേച്ച് നമ്മളിത് മിക്സിയിൽ അടിക്കുവാണേ. മിക്സിയിലടിച്ചിട്ട് അരിച്ചെടുത്ത് രാവിലെ വെറും വയറ്റിൽ രാവിലെ കഴിച്ചാൽ നമുക്ക് അസിഡിറ്റി മാറി കിട്ടും. അസിഡിറ്റി കൊണ്ട് വിഷമിക്കുന്ന ഒത്തിരി ആൾക്കാരില്ലേ, പ്രത്യേകിച്ച് മരുന്നും ഗുളികയൊക്കെ കഴിച്ച് അതിൻ്റെ സൈഡ് ഇഫക്റ്റായിട്ട് വയറെരിഞ്ഞ് കഷ്ടപ്പെടുന്നവർക്ക് ഈ കുമ്പളങ്ങ ഒത്തിരി നല്ലതാണേ. ഈ കുമ്പളങ്ങ കൊണ്ട് കറി വെച്ചാൽ പലതരം കറികൾ വെക്കാം. മോര് കറി വെക്കാം, പുളിശ്ശേരി വെക്കാം, പിന്നെ ഓലം വെക്കാം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. എങ്ങനെയെങ്കിലും നമ്മൾ ഈ ഗുളിക കഴിക്കുന്നവരും മരുന്നൊക്കെ കഴിക്കുന്നവർ ഈ ചെറിയ ചെറിയ ടിപ്പുകൾ ഇങ്ങനെയുള്ളതൊക്കെ കഴിച്ചാൽ നമ്മൾ വയറിൻ്റെ എരിച്ചിൽ പറയും. രാവിലെ ഇട്ട് ഇത് ആദ്യം വെറും വയറ്റിലങ്ങ് കഴിച്ചാലുണ്ടല്ലോ നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിടുക, അതിൻ്റെ മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. ഈ കുമ്പളങ്ങയ്ക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്. അതിനകത്ത് ബി കോംപ്ലക്സ് അടങ്ങിയിട്ടുണ്ട്. ബി കോംപ്ലക്സ് കുറവുള്ളവർക്ക് ബി കോംപ്ലക്സ്, അതുപോലെ ഇതിനകത്ത് അസിഡിറ്റി കുറയ്ക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. കുമ്പളങ്ങ ജ്യൂസാണ്. ഞാനിപ്പം കുമ്പളങ്ങ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് ജ്യൂസാക്കാനുള്ള പരിപാടിയിലാണേ. അപ്പോൾ ഇത്രയും മതി നമുക്ക് കുമ്പളങ്ങ. ഇത് ജ്യൂസ് അടിക്കാം. ഓക്കെ.